യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശം നമുക്ക് കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുന്നു, ഇനി നീ നിന്റെ ഭാര്യയായ സാറായി എന്നല്ല വിളിക്കേണ്ടത്, മറിച്ച് ഇനി നീ സാറ എന്ന് വിളിക്കണം. കാരണം ദൈവം അവളുടെ ഐഡന്റിറ്റിയെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ദൈവം അവളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഇന്ന് വരെയുള്ള സാറയുടെ സ്ഥിതിയല്ല ഇനി അടുത്ത നിമിഷം മുതൽ ഉണ്ടാകുന്നത്. അവളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. ഇത് നമ്മൾ അത് സംബന്ധിച്ചും അബ്രഹാമിൻ്റെ പ്രതികരണവുമാണ് പ്രധാനമായി ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 16-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ അവളെ സാറായെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ഇനി 17-ാമത്തെ വാക്യം, അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇശ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട വാക്യം. ഇവിടെ അബ്രഹാമിന്റെ പ്രതികരണം അറിയുവാൻ നമുക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുണ്ട്. കാരണം ദൈവം അബ്രഹാമിനോടാണ് ഈ ഒരു വിഷയം സംസാരിക്കുന്നത്, സാറായുടെ അല്ല. അപ്പോൾ അബ്രഹാമിന്റെ പ്രതികരണം തീർച്ചയായിട്ടും ദൈവവും പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതായ നമ്മളും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അബ്രഹാമിന്റെ പ്രതികരണം. ആ അബ്രഹാമിന്റെ പ്രതികരണം വളരെ രസകരവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നിട്ട് അബ്രഹാം ചോദിക്കുക, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഹൃദയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും തിരുവഴുത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയം ദൈവം എത്രത്തോളം പരിശോധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലയോ? പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യം ആരും അറിയുന്നില്ല, ദൈവം പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല, നമ്മളുടെ ഹൃദയം പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നത്? അതേ 139-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയപ്പോൾ താൻ ഇങ്ങനെ പാടി, ദൈവമേ നീ അറിയാത്ത ഒരു കാര്യവും എന്നിലില്ല, സർവവും നിനക്ക് മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ഞാൻ സമുദ്രത്തിനറ്റത്ത് പോയി പാർത്താലും, ഞാൻ ഭൂമിക്കടിയിൽ പോയി പാർത്താലും നീ എന്നെ കാണുന്നു, നീ എന്നെ അറിയുന്നു, അവിടെയും നിന്റെ കരം എന്നെ നടത്തുന്നു. നോക്കൂ, സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഒന്നും ഒളിക്കാനില്ല. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ വരെയും അറിയുന്നതായ ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവത്തിന് മുമ്പാകെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്തിനാ നമ്മുടെ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നത്? നമ്മൾ പാപിയാണെന്നും നമ്മൾ ചെയ്ത പാപം ഏതാണെന്നും നന്നായി അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പാകെയല്ലേ. അതുകൊണ്ട് ആ ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഓപ്പണായി തീരാം. നമുക്ക് തുറന്നു ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ വിഷയങ്ങളെ നമുക്ക് തുറന്നു പറയാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവർ അറിയാത്തതായ അതേ വളരെ മോശമായ ചിന്തകൾ ഉണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അതേ ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ എന്ന് കേട്ടതായ ഒരു വാചകം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട്. മറ്റുള്ളവർ എന്നെ അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്നതായ ദൈവം, ആ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ വിചാരങ്ങളും അറിയാം. എന്നിട്ടും ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എല്ലാം തന്നെ എൻ്റെ ഒരു സ്നേഹിതൻ മനസ്സിലാക്കിയാൽ അവരെന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കുന്നതായ ഒരു ദൈവം എനിക്കുണ്ട് എന്നറിയുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നോക്കൂ, അബ്രഹാമിന്റെ ഹൃദയത്തിലെ ചിന്തകളെ ദൈവം അറിയുന്നു. അബ്രഹാം എന്താ ചിന്തിച്ചത്? ബാഹ്യമായി അവൻ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് അവൻ ഉള്ളിൽ പറഞ്ഞു, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? ഈ കാര്യം പറയുന്നത് പലരും ചിന്തിക്കുന്നത് അവൻ അവിശ്വസിച്ചു എന്നുള്ളതാ. നോ, അവിശ്വസിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് അവൻ വിശ്വസിക്കുന്നവനാണ്. നോക്കൂ, അബ്രഹാമിന്റെ വിശ്വാസം പോലെയുള്ള വിശ്വാസം ആർക്കുണ്ട്? നമ്മളതുകൊണ്ടല്ലേ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ വിളിക്കുന്നത്. കാരണം അബ്രഹാമിന്റെ വിശ്വാസം അത്രത്തോളം ശക്തമായതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അബ്രഹാം സംശയിക്കുകയല്ല, മറിച്ച് അബ്രഹാമിന്റെ ഹൃദയത്തിലുണ്ടായ മനസ്സിലുണ്ടായ
ഒരു എക്സൈറ്റ്മെന്റ് അവൻ പ്രകടിപ്പിക്കുക. അതായത് ദൈവത്തിന്റെ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചുകൊണ്ട് അവൻ പറയുന്നു, 100 വയസ്സുള്ള ഒരുത്തന് കുഞ്ഞുണ്ടാവുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ദൈവപ്രവൃത്തി അണ്ടർലൈൻ ചെയ്യുന്നത് പോലെയാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവത്തെ നിങ്ങൾക്ക് കടന്നു വിശ്വസിക്കാൻ കഴിയും. കാരണം ദൈവം ആണ് ഇതെല്ലാം തന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ കരമാണ് നമ്മുടെ ജീവിതത്തിൽ ചലിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ നമ്മുടെ അകത്തെ ഭാഗങ്ങളെ പോലും നിയന്ത്രിക്കുവാനും നമ്മളിൽ പ്രവർത്തിക്കാനും കഴിയുന്നതായ ദൈവത്തിന് നമ്മുടെ ശരീരത്തിൽ എത്രയധികമായി പ്രവർത്തിക്കാൻ സാധിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് വിഷയമാണെങ്കിലും, അത് നിങ്ങളുടെ ശാരീരികമായ പ്രശ്നങ്ങളാണെങ്കിൽ പോലും, അതെ നിങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടതായ വിഷയമാണെങ്കിൽ പോലും, അതെ നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഈ വചനത്തിലൂടെ ഞാൻ ശക്തമായ ദൂത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിന്റെ ഈ ചിരിയും അതേപോലെ തന്നെ ഈ പറഞ്ഞതായ നമ്മളൊക്കെ ചിന്തിക്കുന്നതായ അവിശ്വാസം പോലെയുള്ള വാക്കുകളും, ഇതേ ഒരു കാര്യം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ വേദഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 40-41 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട്, അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വാക്യം എന്താണ് നമ്മളെ കാണിക്കുന്നത്? അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ, അതാണ് ഇവിടെ സംഭവിച്ചത് അബ്രഹാമിന്റെ കാര്യത്തിൽ. സന്തോഷത്താൽ വിശ്വസിക്കാതെ, അതായത് അത് വിശ്വാസമില്ലായ്മയല്ല, അല്ലെങ്കിൽ സംശയമല്ല. സന്തോഷത്താൽ വിശ്വസിക്കാൻ പ്രയാസത്തോടുകൂടെ അത് ദൈവത്തിന്റെ മഹത്വത്തെ പൂർണ്ണമായി അടിവരയിട്ട് കാണിക്കുന്നതായ ഒരു കാര്യമാണ്. അവർ അങ്ങനെ അതിശയിച്ചു നിൽക്കുമ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുന്നു, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിക്കുക. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കൂടുതലായി വരുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അബ്രഹാമിന്റെ ആ എക്സൈറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എക്സൈറ്റ്മെന്റ് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എക്സൈറ്റ്മെന്റുകളാകണം. അതിശയത്തോടെ സന്തോഷിക്കുക, അതെ അതിശയത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 17 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ ആ വേദഭാഗത്തിലേക്ക് കടക്കുകയാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവ് ആകേണ്ടത് തന്നെ. അബ്രഹാമിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പോൾ ഈ അബ്രഹാം എന്ത് വിശ്വസിച്ചത്? അബ്രഹാം വിശ്വസിച്ചത് മരിച്ചവരെ ജീവിപ്പിക്കുന്നവനായ കർത്താവ്. വാസ്തവത്തിൽ ഞാൻ ആ വിഷയം അടുത്ത ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനായ ദൈവം എന്നുള്ളത്. കാരണം അബ്രഹാം വരെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ വരെ മരിച്ച ഒരാൾ പോലും ജീവിച്ചതായിട്ട് നമുക്ക് തിരുവെഴുത്തിലൂടെ കാണാൻ കഴിയത്തില്ല. മരിച്ച ആരെങ്കിലും എഴുന്നേറ്റതായിട്ടോ മരിച്ച ആരെങ്കിലും ഉയർപ്പിച്ചതായിട്ടോ നമുക്ക് അതുവരെ കാണാൻ കഴിയത്തില്ല. പക്ഷെ ഇല്ലാത്തതായൊരു കാര്യത്തെ ദൈവത്തിന്റെ ശക്തിയെ മാത്രം വെച്ചുകൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം മാത്രം വെച്ചുകൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞതായ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. അതായത് ദൈവത്തിന്റെ ആ ശക്തിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വസിക്കുവാൻ ഉദാഹരണങ്ങൾ വേണ്ട. ഇന്ന് പലപ്പോഴും നമ്മൾ ഉദാഹരണങ്ങൾ തേടാറുണ്ട്. ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഒരു ഉദാഹരണമായി നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ അബ്രഹാമിന് ഉദാഹരണങ്ങൾ വേണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തെ വിശ്വസിച്ചവനായ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. എന്നിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ച് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ക്ഷീണിക്കാത്ത വിശ്വാസം ഉള്ളവനായിരുന്നു അബ്രഹാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. അതേ സമയങ്ങൾ ചെല്ലുന്തോറും നോക്കൂ, ഇവരുടെ കാര്യം ഒന്ന് പരിശോധിച്ചേ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 75-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിന് പ്രോമിസ് കൊടുക്കുന്നത്. ഈ 75-ാമത്തെ വയസ്സിൽ ഈ പ്രോമിസ് കൊടുക്കുമ്പോൾ സാറായിക്ക് ഏതാണ്ട് 65 വയസ്സുണ്ട്. അവളുടെ ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ച് അവൾ മച്ചിയാണ്. എന്നാൽ വീണ്ടും 25 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നത്,
ഒരു പുത്രൻ ഉണ്ടാകുന്നതിനെ കുറിച്ച്. അപ്പോൾ സാറയ്ക്ക് 90 വയസ്സായിരുന്നു, അബ്രഹാമിന് അതെ 100 വയസ്സും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥിതിയിൽ വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തതായ ഒരു അബ്രഹാം, നമ്മളൊക്കെ ആണെങ്കിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകും, പക്ഷെ ക്ഷീണിക്കാത്ത അബ്രഹാം. എന്തുകൊണ്ടാണ് ക്ഷീണിക്കാഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അബ്രഹാമിനെ കാണുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന വാക്യങ്ങൾ എത്രയോ സത്യമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും. ഇതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനുഷ്യരെയല്ല കാത്തിരിക്കേണ്ടത്, നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കണം. അതെ, ഇസ്രായേൽ ജനം അവർ എരിഹോവിന്റെ കോട്ടയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നല്ല അവർ ചോദിച്ചത്, ഇനി ദൈവം എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിച്ചത്. കാരണം അവരുടെ ശ്രദ്ധയെല്ലാം ദൈവത്തെങ്കിലേക്കായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അവന്റെ മുഖത്തേക്ക് നോക്കിയ ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോയിട്ടില്ല. അതെ, നിങ്ങളും യഹോവയെ കാത്തിരിക്കുന്നെങ്കിൽ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചു പോകത്തില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് എല്ലാം പ്രതികൂലമാണ്, എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമാണ്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം ക്ഷീണിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഗാഡ് ഈസ് ഗോയിങ് ടു ഡു മൈറ്റി തിങ്സ് ഇൻ യു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണെന്ന് നിങ്ങളിലെ വിശ്വാസത്തെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർത്തു പറയാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. റോമലേഖനം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ വാഗ്ദത്തത്വമെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവരിൽ അവിശ്വാസം വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അവിശ്വാസങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അവിശ്വാസങ്ങൾ വന്നപ്പോഴും ആ അവിശ്വാസത്തെ ജീവിതത്തിൽ നിലനിർത്താതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി പോലും അവിശ്വാസത്താൽ ഒലിഞ്ഞു പോകുകയില്ല. അവിശ്വാസങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ അതേ വചനത്താൽ, ദൈവത്തോടുള്ള ബന്ധത്താൽ ആ വിശ്വാസങ്ങളെല്ലാം നിങ്ങൾക്ക് തകർക്കുവാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എങ്ങനെ വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കാതെ ഞങ്ങൾക്കായിരിക്കാൻ കഴിയുമെന്നുള്ളത്. കർത്താവെ, അങ്ങേ കാത്തിരിപ്പാനും ശക്തി പ്രാപിപ്പാനും ബലപ്പെടുവാനും അബ്രഹാമിനെ പോലെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്കും ദൈവവചനത്തിൻ്റെ പഠനത്തിനും ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.